كما يرزق الطير تغدو خماصا وتروح بطانا. അല്ലാഹു തആല നമുക്ക് രണ്ട് ഭാര്യമാരെ തന്നു. ഒന്ന് ദുനിയാവാണ്, ഒന്ന് ആഖിറാണ്. രണ്ട് സുഖത്തിന്റെ ലോകങ്ങളാണ്. ദുനിയാവ് സുഖം, ആഖിറത്ത് സുഖം. തമത്തുൽ, രണ്ട് കണ്ണ്, രണ്ട് ചെവി, രണ്ട് മൂക്ക്, രണ്ട് കൈ, രണ്ട് കാല്, ഒക്കെ രണ്ട് ലോകങ്ങൾ. സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തിന്റെയും അധിപതിയാണ് മുത്തുനബിയുടെ പേര്. സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ കൗനൈൻ, അവർക്ക് പറ സയ്യിദുൽ കൗനൈൻ. രണ്ട് ലോകമുണ്ട്, കൗനുദ് ദുനിയ വ കൗനുൽ ആഖിറ. ഒരു ഭാര്യയുടെയും മക്കളെയും അല്ലാഹു എന്ത് പറഞ്ഞു? അത് ഈ സുഖം അനുഭവിച്ചോ, ഞാൻ നടത്തിത്തരാ, എന്ത് പേടിക്കണ്ട, ഒക്കെ ലെവലാക്കി തരും. എന്നാൽ അവിടുത്തെ കാര്യം ഞാൻ ഏറ്റിട്ടില്ല, നീ എന്നോട് എരന്ന് വാങ്ങണം. അതിന് ആ ഇരക്കാൻ വേണ്ടിയാണ് അല്ലാഹു റമളാൻ തന്നത്. റബ്ബേ അവിടെ ശരിയാകണേ, അവിടെ ശരിയാകണേ, ഇവിടെ ശരിയാകണേ എന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഇവിടെ എത്ര കാലം പാർത്താലും അത്രയും കാലം അല്ലാഹു ഏർപ്പെടുത്തി തരും. ആദം നബി 1000 കൊല്ലം പാർത്തു, പെണ്ണുങ്ങളെ കടന്നിരിക്കാൻ വേണ്ടി ഗൾഫ് പോയിട്ടില്ല. ദ്വാ ദ്വാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഈ 4 ആഴ്ചയും ദ്വാക്ക് എതിരാണല്ലോ പറഞ്ഞത്. ദ്വാ പരലോകത്തിന് വേണ്ടിയാണ്. ഈ ലോകത്ത് ദ്വാരക്കൽ തെറ്റില്ല. ഈ ലോകത്തൊരു ദ്വാ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത് ദ്വാരക്കേണ്ടി വരില്ലേ? ദ്വാരക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ദ്വാരക്കേണ്ടി വരൂല്ലേ? അതും ചിലപ്പോൾ വരും. എൻ്റെ അമ്മാൻ്റെയും എൻ്റെ അഞ്ചന്മാരും പെങ്ങന്മാരെയും ഞാൻ നോക്കിക്കോളാം വാപ്പേ, അതിലും ഞങ്ങൾ ബേജാറാകുകയോ വേണ്ടാറും. മാസാമാസം ഉമ്മാക്കും പെങ്ങന്മാർക്കും കുട്ടികൾക്കും തിന്നാനുള്ളത് ഇവന് 15,000 റുപ്യ 20,000 റുപ്യ അതൊന്നും തിന്നൂലല്ലോ. ഇവരെ എല്ലാ ദിവസവും ആട്ടിറച്ചി തന്നെ വാങ്ങി തിന്നോട്ടെ, കുറെ കഷ്ടപ്പെട്ടാലേ ഇവനയച്ച്. 15,000 കിട്ടിയാൽ ഉടനെ കള്ള് ഷാപ്പ് പോകും. 30 കള്ളു കുടിക്കും. അപ്പോൾ ദ്വാ വേണ്ടി വരും. മൂപ്പരത് നേരാവഴിക്ക് ചെലവാക്കുകയാണെങ്കിൽ മകൻ അയച്ചുകൊണ്ടേ. ഇപ്പൊ തിരിഞ്ഞ് ദുനിയാവിനെ പറ്റി അല്ലാഹു ഏറ്റല്ലേ, എന്നാൽ ചിലപ്പോൾ തരൂല. എന്തുകൊണ്ട്? തന്നത് ദുരുപയോഗം ചെയ്തു. തല കൊടുത്ത് ചിന്തിക്ക്. വെറുതെ വന്നിരിക്കരുത്, പണിയെടുക്കണം, തലോണ്ട് പണിയെടുക്കണം. ഒരു മാസം അയച്ചു, അത് ഉമ്മാ കിട്ടിയില്ല, അത് കള്ളുഷാപ്പ് പോയി, മറ്റൊരു വ്യഭിചാരശാലയിൽ പോയി, മുപ്പര് മറ്റേ ചീട്ട് കളിക്കാൻ പോയി. കൊലമാട്ടം വന്ന് ചീട്ട് കളിച്ചപ്പോൾ ആ 15,000 വാങ്ങി ബാങ്കിന് എടുത്ത് വരുന്ന സമയത്താണ് ചീട്ടുകളി വട്ടം കണ്ട്. അതിൽ ഇയാള് 1000 വെച്ചു, 2000 വെച്ചു, കുറച്ച് കഴിഞ്ഞാൽ 20,000 കിട്ടുന്ന വിചാരിച്ചു. 15,000 പോയി. പിറ്റേത്തെ മാസം പോയി. 2-3 മാസം ഉമ്മാക്ക് അയച്ചു കൊടുക്കുന്ന പൈസ മര്യാദക്ക് എത്തുന്നതില്ല എന്ന് കണ്ടാൽ ആ പണിയൊന്നും നിർത്തും. പിന്നെ ഇയാളെ ഉത്തരവാദിത്തത്തിൽ പീഡിനെ കടം വാങ്ങേണ്ടി വരും. പീഡിയക്കാരൻ ചീത്ത പറയും, മറ്റൊരു അയച്ചു കൊടുത്തിട്ടില്ല. പീഡിയക്കാരനെ മാറി നടക്കേണ്ടി വരും. ഇത് പണിഷ്മെന്റ് ആണ്. ആരുടെ? മകന്റെ. ഇനി ഇവിടെ കെഞ്ചേണ്ടി വരും. ജയത്തതല്ലേ മോന്, ജെന്റെ മോനാണ്, ജെണ്ടയച്ചരത്ത്. ഞാൻ ആ മമ്മദിന്റെ ചീത്ത മോനെ കേട്ടല്ലോ. ഓ മൂളനല്ല, മാലിക് എന്ന മലക്കിനോട് പറഞ്ഞ മാതിരിയാവും. 1000 കൊല്ലം കഴിഞ്ഞാൽ ഒരു മൂളലൂളും. മൂളൂല. എന്തുകൊണ്ട് മൂളൂല? പറ. തെറ്റ് വെണ്ടതല്ല. കൊടാനക്കോടി അധിപതിയായ റബ്ബിന് നമ്മൾ ആരെയും കൂട്ടാനും മുടക്കേണ്ട ആവശ്യം എന്താ? അവൻ ആരാ? ബഖീലാണോ? ബഖീലാന്ന് വിശ്വസിച്ചാൽ ജീവിതം എണീറ്റ് വേണ്ടി വരും. പിന്നെ ജഗഫറോ ബാബു കാത്തിരക്ഷിക്കട്ടെ. തല കൊടുത്ത് ചിന്തിച്ചോ, അതേ പട്ടിണിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതേ കുടുങ്ങിയാലോ, തങ്ങളെ കുടുങ്ങിയാലോ, മുലിയരെ കുടുങ്ങിയാലോ,
വലിയമാ കുടുങ്ങിയല്ലോ ദ്വാരക്കി കുടുങ്ങൂലെന്ന് റബ്ബ് പറഞ്ഞാണ്. എൻ്റെ കുടുങ്ങി തന്നത് ദുരുപയോഗം ചെയ്തു. ഇവിടെ ദ്വാരക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ദ്വാരക്കാൻ കാരണം എന്താ? എൻ്റെ മോശത്തരം. അപ്പോൾ പിന്നെ ഊരുള്ളിങ്ങളെ പള്ളർക്കാൻ ഇവിടെ തന്നെ പള്ളർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ള ദ്വാരക്ക ഇവിടെ കഴിയും. ഊരുള്ളിങ്ങളെ പള്ളർക്കാൻ കഴിയൂല. പരലോകത്തെത്തിയാലോ ഊരുള്ളിങ്ങൾ പറയും, നിങ്ങളൊപ്പം ഓരി എങ്ങനെയാ കാക്ക, നിങ്ങൾ നമ്മളെ പട്ടിനെടുത്തരല്ലേ. നിങ്ങൾക്ക് ഞാൻ പറയണ തിരിയുന്നുണ്ടോ? നിങ്ങൾ ഉറക്കെ പറയും, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? നിന്റെ ദാരിദ്ര്യത്തിൻ്റെ കാരണം നീയാണ്. എവിടുത്തെ ദാരിദ്ര്യം? അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ കാരണം ഇവിടെ നീ കൈപൊക്കാത്തതാണ്. 2 കൈയുണ്ട്, 2 ലോകമുണ്ട്, 2 കണ്ണുണ്ട്, 2 ലോകമുണ്ട്, 2 ചെവിയുണ്ട്, 2 ലോകമുണ്ട്, 2 മൂക്കുണ്ട്, 2 ലോകമുണ്ട്, 2 കൈയുണ്ട്, 2 ലോകമുണ്ട്, 2 കാലുണ്ട്, 2 ലോകമുണ്ട്. പള്ള 2 ഒന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ പിടിച്ചിടുന്നതിനനുസരിച്ച് ഇതും അതും ആവും. ഇവന് ആവശ്യമുള്ള സാധനമൊക്കെ തിന്നാൽ ബടി റാഹത്താവും, അവിടെ റാഹത്താവും. കിട്ടിയ പൈസ കൊണ്ട് കള്ളുടിച്ചാൽ ബടിയും പോവും, അവിടെയും പോവും. സ്വന്തം ഹലാലിലേക്ക് നീ ചെന്നാൽ ഇവിടെയും ശരിയാവും, അവിടെയും ശരിയാവും. ഹറാമിലേക്ക് നീ ചെന്നാൽ ഇവിടെയും തീരും, അവിടെയും തീരും. പിന്നെ കുറെ പിടുക്കുന്ന കരയേണ്ടി വരും. അവിടുത്തെ കാര്യത്തിൽ കലവനെ കരഞ്ഞിട്ടില്ല, കരനും തോന്നിയിട്ടില്ല. തന്നെ ശരിയായിട്ടല്ലേ? വളരെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി പറഞ്ഞുതരും. ഇല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയില്ല, നിങ്ങൾ അടുത്ത ആഴ്ച വരണ്ടെന്ന് പറയും. അള്ളാഹിനെ കുറ്റം പറയാൻ നടക്കരുത്. ഞാൻ മോശക്കാരൻ, ഞാനാണ് മോശക്കാരൻ. എത്ര എൻ്റെ പീഡിയക്കടം അള്ളാഹ്. എന്താ ചങ്ങാതി നിന്റെ 10 കോടി കടം അള്ളാഹ്? അള്ളാഹ്ക്കതൊക്കെ എന്ത് വിഷയം? കോടാന അറ്റല്ലാത്ത കോടിയുടെ അധിപതിക്ക് കൊടുക്കാനായിട്ട് കാത്തുക. മനസ്സിലായില്ലേ? 2 ലോകമുണ്ട്. ഈ ലോകം എത്ര? ഈ ലോകത്തിൽ ദ്വാരക്കനുണ്ട്. മനസ്സിലായില്ലോ? ഈ ലോകനേറ്റ മനസ്സിലായില്ലേ? ചിന്തിക്കണം. പക്ഷികൾ ദ്വാരക്കുണ്ടോ? ഇവർക്ക് ദ്വാര സമ്മേളനം ഉണ്ടോ? ഇവർക്ക് മജ്‌ലിസ് നൂറുണ്ടോ? പറയും. പക്ഷികൾക്ക് മജ്‌ലിസ് നൂറുണ്ടോ? എന്താ ഒന്നും നടക്കണില്ല, നമുക്കൊന്നും മജ്‌ലിസ് നൂറ് നടത്തി വെക്കാം. പക്ഷികളൊക്കെ കൂടി മജ്‌ലിസ് നൂറ് മജ്‌ലിസ് നൂറ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? എന്തേ? അവർക്ക് കിട്ടിയതുകൊണ്ട് 12 കളിക്കണില്ല. അവർക്ക് കിട്ടിയതുകൊണ്ട് പാമ്പും കോണിയും കളിക്കണില്ല. പാമ്പും കോണിയും കളിച്ചാലല്ലേ കോണിന്റെ മേലെത്തിയിട്ട് താഴത്തേക്ക് ചാടുള്ളൂ. എനിക്ക് കളിക്കണല്ല. അതുകൊണ്ട് മജ്‌ലിസിനൂറിന് ആവശ്യമില്ല. ഇജി മജ്‌ലിസിനൂറ് പോയിട്ട് ഒരു കാര്യമില്ല. ഞാനും ഇജി എന്ന് പറഞ്ഞാൽ ഞാനും ഇജുമൊക്കെ മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവർക്ക് മജ്‌ലിസിനൂറുമില്ല, ഒന്നുമില്ല. لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. വയറൊട്ടിയവർ ഇറങ്ങും, വയറ് നിറച്ചവർ തിരിച്ചു വരും. എൻ്റെ മന്നാനായ റബ്ബാണ് അവരുടെ റബ്ബ്. അവർ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സിനിമ പോയിട്ടില്ല, ഒരു ബ്ലൂ ഫിലിം കണ്ടിട്ടില്ല, ഒരു മാന്താൻ അള്ളാഹുക്കാലം ഒരിക്കൽ മൊബൈൽ ഇറക്കി കൊടുത്തിട്ടില്ല. ഈ പള്ളി തറാവീഹ് നിസ്കരിക്കുന്ന ഇടയിലും നബിയിൽ മുസ്തഫ മുഹമ്മദ് വാലി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അവിടെ കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് 2-3 ദിക്റുണ്ട് അവിടെ, സലാത്തുണ്ട്, വേഗം എന്തെടുക്കും, മാന്തും. അപ്പം അടുത്ത മുക്കറി പറഞ്ഞു മുജീർക്കാക്ക് എണീറ്റു അല്ലാഹു അക്ബർ പറയുമ്പോൾ മനസ്സിലായില്ല. പക്ഷികൾ മൃഗാദികൾ മാന്തണില്ല.
അതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിസ്കരിക്കുന്നവനും മാന്തുന്നവനുമാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം നേരെയാവൂല. എനിക്ക് പണി മാന്താണ്. മനസ്സിലായില്ലേ? അള്ളാഹുങ്ങൾക്ക് ഭക്ഷണം തരും. അള്ളാഹു തആല നമുക്ക് രണ്ട് ഭാര്യമാരെ തന്നു. ഒന്ന് ദുനിയാവാണ്, ഒന്ന് ആഖിറാണ്. രണ്ട് സുഖത്തിന്റെ ലോകങ്ങളാണ്. ദുനിയാവ് സുഖം, ആഖിറം സുഖം. തമത്തുൽ, രണ്ട് കണ്ണ്, രണ്ട് ചെവി, രണ്ട് മൂക്ക്, രണ്ട് കൈ, രണ്ട് കാല്, ഒക്കെ രണ്ട് ലോകങ്ങൾ. സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തിൻ്റെയും അധിപതിയാണ് മുത്തുനബിയുടെ പേര്. സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ കൗനൈൻ. അവർക്ക് പറ സയ്യിദുൽ കൗനൈൻ. രണ്ട് ലോകമുണ്ട്, കൗനു ദുനിയ വ കൗനുൽ ആഖിറ. ഒരു ഭാര്യയുടെയും മക്കളെയും അല്ലാഹു എന്ത് പറഞ്ഞു? അത് ഈ സുഖം അനുഭവിച്ചോ, ഞാൻ നടത്തിത്തരാ, എന്ത് പേടിക്കണ്ട, ഒക്കെ ലെവലാക്കി തരും. എന്നാൽ അവിടുത്തെ കാര്യം ഞാൻ ഏറ്റിട്ടില്ല, നീ എന്നോട് എരന്ന് വാങ്ങണം. അതിന് ആ ഇരക്കാൻ വേണ്ടിയാണ് അള്ളാഹു റമളാൻ തന്നത്. റബ്ബേ അവിടെ ശരിയാകണേ, അവിടെ ശരിയാകണേ, ഇവിടെ ശരിയാകണേ എന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഇവിടെ എത്ര കാലം പാർത്താലും അത്രയും കാലം അള്ളാഹു ഏർപ്പെടുത്തി തരും. ആദം നബി 1000 കൊല്ലം പാർത്തു. പെണ്ണുങ്ങളെ കടം തീർക്കാൻ വേണ്ടി ഗൾഫ് പോയിട്ടില്ല. അതിന് 1000 കൊല്ലം, നമ്മൾ 15 കൊല്ലം കൊണ്ട് തന്നെ പാസ്പോർട്ട് പൊന്തിക്കാൻ പ്രായമായ പോയി. എന്തുകൊണ്ട്? വയ്യ, പെണ്ണെട്ടണമെങ്കിൽ ഗൾഫ് പോകണം. ആദം നബിയോ പറഞ്ഞു, ചങ്ങായിമാരെ എത്ര കൊല്ലം? ആദം നബി മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തോ, എന്ത് മനയെ കടം തീർക്കണം കേട്ടോ. ഞാൻ കുറെ എടുത്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിലുണ്ട് കുറച്ച് പൈസ, കാനറയിലുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നെഞ്ചമാനെ. എന്നിട്ട് ആദം നബിയുടെ മയ്യത്തെ മുന്നിൽ വെച്ച് പള്ളിക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ശീത നബി പറഞ്ഞു, എന്ത് ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്കൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ തരാണ്ടെങ്കിൽ വരണം. കാരണം ബാപ്പ 10,000 കൊല്ലം കഴിഞ്ഞാലേ എമ്പാടും കൊടുക്കാണ്ടോ പറഞ്ഞു. ആദം നബിയുടെ അകത്തെ പള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ശീത്ത് നബി ഞാൻ ഫെഡറൽ ബാങ്കിലെ കടം ഏറ്റു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മുഅ്മിനാണ്. മുഅ്മിനീങ്ങൾക്ക് ഇവിടെ അർത്ഥമല്ല. ദല്ലിൻ്റെ അർത്ഥം ഞാൻ റിസ്ക് ആവശ്യമായിട്ട് വേണം, ഒക്കെ ഞാൻ തരാം. ആവശ്യം നിന്റെ പള്ള വലുതാണെങ്കിൽ ഞാൻ തരും. അതിനനുസരിച്ച് നിനക്ക് അരച്ചാണേ ഉള്ളൂ. നീലത്തിമിംഗലത്തിൻ്റെ വയറിൽ, ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറിൽ 40 ആനകൾ കൊള്ളും. അങ്ങനെ കോടി നീലത്തിമിങ്ങളെ നിങ്ങളെ അള്ളാഹു ബഹ്റിനടിയിൽ പറിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞോയോ? എന്ത് പറഞ്ഞു? ഓഷ്യാനോളജി, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം പഠിച്ച് കണ്ടെത്തിയിട്ട് പറയാണ്. കേട്ട് പറയില്ല. ഞാൻ ആ വിഷയം ഇരുന്ന് പഠിച്ചതാ. കടൽ ജീവികൾ, ചെറുജീവികൾ, വലിയ ജീവികൾ, സൂക്ഷ്മജീവികൾ, ഇരുട്ടിൽ ജീവിക്കുന്നവർ ഒക്കെ ഞാൻ റബ്ബിൻ്റെ സഹായത്താൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്നു. ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറിൽ പൂർണ്ണകായരായ 40 ആനകൾ കൊള്ളും വയറിൽ. അതിനൊക്കെ നടക്കണ്ടേ? അങ്ങനെ കോടി നീലത്തിമിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തു. അവര് മജ്‌ലിസ് നൂർ നടത്തിയിട്ടില്ല. ഒരു നീലത്തിമിംഗലം മരിച്ചപ്പോൾ മറ്റേ നീലത്തിമിംഗലം കടം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാനാ. നേരം വെളുക്കുമ്പോൾ പുറത്തിറങ്ങും, വൈകുന്നേരമായി തിരിച്ചെത്തും. അവരെവിടെയാണോ മുളയ അവിടേക്ക് നിറഞ്ഞിട്ടുണ്ടാവും. ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ പൂർണ്ണകായരായ 40 ആനകൾ കൊള്ളും. ആന, എലിഫന്റ്, 40 ആന കൊള്ളും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് ആര്? അല്ലാഹ്. പോനാല. മനസ്സിലായില്ല മക്കളെ? മനസ്സിലാക്കി പഠിക്കണം. തല കൊടുത്ത് ഇതൊക്കെ എന്തിനാ പഠിക്കണം? അള്ളാഹിന്റെ വലുപ്പത്തിന് മനസ്സിലാക്കുക അല്ലേ? മോനെ മനസ്സിലായില്ലേ? പറഞ്ഞു പറയടോ, മനസ്സിലായ കുട്ടികളെ? ഇതൊക്കെ എന്തിനാ പഠിക്കണത്?
അള്ളാഹുവിൻ്റെ വലിപ്പത്തരം. എത്രയാണ് വലിപ്പത്തരം! വളരെ വളരെ ചിന്തിക്കണം. മനുഷ്യന് തടയപ്പെട്ടു. എന്തുകൊണ്ട്? അവർ കള്ളുടിക്കാൻ പോവില്ല, അതുകൊണ്ട് അവർക്ക് കൃത്യമായി കിട്ടും. നമ്മളുള്ളതുകൊണ്ട് തോന്നിയാസം കളിക്കും. അപ്പോൾ ഒരു മാസം അടക്കും, അയക്കും, 2-ാം മാസം അയക്കും, 3-ാം മാസം അയക്കും. പിന്നെ മകൻ അയക്കൂല. പിന്നെ ഇന്നും കരയേണ്ടി വരും. ഫോൺ ചെയ്താൽ കരയാണ്. എന്ത്? പീഡിയക്കാരൻ എന്നെ തല്ലിയാണ്, മനെ കുറച്ച് പൈസ അയക്കും. മറ്റേ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാര്യം മകൻ തന്നെ കടം പറഞ്ഞതാണ്. എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ഉണ്ടാക്കണം. ഇനി അവിടേക്ക് കൈ നീട്ടാത്തവരെയും കഴിഞ്ഞിട്ടില്ല. എന്ത് ഏറ്റവും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലുണ്ടോ? പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഈ തെളിവ് പറഞ്ഞുതരാം. എൻ്റെ വകയല്ല, തെളിവാണ് പറഞ്ഞുതരാം. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ താജുൽ ഉറൂസ് എന്ന കിതാബാണ്. വായിലും ഏ മനുഷ്യ, ഏ മനുഷ്യ, ഇയാൾക്ക് ഒരു മാസിയ, നീ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു. നിന്റെ റിസ്ക് മുടക്കാൻ നിന്റെ ദോഷമായിരിക്കും കാരണം. ഇല്ലെങ്കിൽ റബ്ബ് മുടക്കൂല. തിരിഞ്ഞില്ല. ഞാൻ പറയല്ല, റബ്ബ് അയച്ചേണ്ടതാണ് ഓരോ ദിവസവും. തിരിഞ്ഞില്ല. എന്തുകൊണ്ടാണ് കാരണം? ഞാൻ വ്യക്തമായ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞ്. മകനയക്കുന്നത് മാന്യനായ മകനാണ്, ഓനയക്കും. പക്ഷെ എൻ്റെ അപ്പയക്കാത്ത് ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഞങ്ങൾ ശപ്പും വിചാരശാലയിലും കൊണ്ടുകളയും. ഏ മനുഷ്യ, താജുൽ ഉറൂസ് എന്ന കിതാബാണ്. ഇബ്നു അജീബയുടെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹാനാണ് അവരൊക്കെ. ഒമാനപ്പിന് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഇത്ര പോകുന്ന കിതാബ് 15-20, ആകെ 41 പേജ്. ദുനിയാവിലെ എല്ലാ ഉണർത്തലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാഹ്, ഈ പടച്ചവനെ കുറ്റം പറയാൻ നിൽക്കണ്ട. നിന്റെ ഭക്ഷണം മുടങ്ങി, നിന്റെ കടം എത്ര തകർന്നിട്ടും പടച്ചവൻ വീട്ടണില്ല. എന്തുകൊണ്ട്? തത്തകൂനു സബബൻ, അത് സബബ് ആയിരിക്കും. അൽ മാസിയ, ഇയാക്കൽ മാസിയ, ദോഷത്തിനെ സൂക്ഷിച്ചു. എന്തുകൊണ്ട്? തത്തകൂനു സബബൻ, അതായിരിക്കും കാരണം. നിന്റെ റിസ്ക് മുടങ്ങാൻ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ അല്ലാഹു തആല പറ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ അല്ലാഹു തആല പറേ തന്നുകൊണ്ടേയിരിക്കണാണ്. ഇപ്പൊ മുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം? നിന്റെ ദോഷം. അല്ലാഹു തന്നത് 12 ഒളിച്ചു. മനസ്സിലായില്ലേ? അല്ലാഹു തന്നത് നശിപ്പിച്ചു. പലതും ചില പള്ളി കൊടുത്ത് കൂട്ടി. പള്ളിക്കും അങ്ങനെ കൊടുക്കാൻ പാടില്ല. പള്ളിയൊക്കെ കൊടുക്കണമെങ്കിലും കമ്മിറ്റിക്കാരാണ് വന്നപ്പോൾ 10,000 എഴുതി കൊടുത്തു. 25,000 അവിടെ പീടി കൊടുക്കണ്ടേ? ഇതിന് പള്ളി കൊടുക്കാൻ പള്ളിക്കാർ വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഒരു 500 രൂപ എഴുതിക്കോളി. അത് 500 മകൻ ഗൾഫിലില്ലേ, ഒക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും കടം തീർന്നിട്ടില്ല. ഞാൻ അതൊക്കെ ലെവലാട്ടെ, ബാക്കിയൊക്കെ അതിനനുസരിച്ച് അപ്പം ചെയ്യാം. ഈ മെഹ്റാബിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളിയാഴ്ച മൂല്യര് എണീറ്റിനെടുത്താ ആലിങ്ങൽ അവറാൻ കുട്ടി 25,000 രൂപ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്തി കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കാൻ അല്ലാഹു തആല എന്നോട് പറഞ്ഞിട്ടില്ല. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, എത്രയാണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് ചോദിക്കും. ഖുലിൽ അഫ്വ, നിങ്ങളുടെ ആവശ്യം കഴിച്ചു ബാക്കി എന്ന് മറുപടി പറയുക. അല്ലാഹു പറഞ്ഞ അൽ ബഖറ ഖുർആന. ഞാൻ അതിൻ്റെ മേലെ ചെയ്ത് മുഫ്തിയാകണോ? എന്ത് പറഞ്ഞു? എങ്ങനെയാണ് ആയത്ത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഏതാ സൂറത്ത്? അൽ ബഖറ. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ്, എത്രയാണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. ഖുലിൽ അഫ്വ, അങ്ങനല്ലേ പോലെ? ഖുലിൽ അഫ്വ, കഴിച്ചു ബാക്കി കൊടുത്താൽ മതി. നിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് പറേ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പള്ളി കമ്മിറ്റി റെസിറ്റ് കൊണ്ട് മടങ്ങി പോയിക്കോട്ടെ, നിനക്കണ്ട. അല്ലാഹു അത്രയല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒന്നും ഇങ്ങനെ പറയരുത്. ഒക്കെ ഇത് നല്ല പൈസ തരുന്നല്ലേ. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നത്. ഗൾഫിൽ നിന്ന് തന്നെ വന്ന് 25 കൊല്ലത്തെ കടം ഇത് വീട്ടാണ്ട് അതിനാ പോയത്. ഇപ്പം 500 കൊണ്ടേ കൂടി കടമൊക്കെ വീട്ടിയിട്ട് പിന്നെ എടുക്കാം. അതിന് പ്രസിഡന്റ് അതിന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ദേഷ്യപ്പെട്ടോട്ടെ. മരിച്ചാൽ അവിടെ കുഴിച്ചിടാൻ പറ്റില്ലായിരുന്നു ഒരു പ്രസിഡന്റ് ഒരു മനുഷ്യനോട്. ഞാൻ കേട്ടതാണ്, ഞാൻ കേൾക്കവേ. ഞാനുണ്ട് സ്ഥലത്ത്, ഉണ്ട് ഒരു വിളവനായ മനുഷ്യനായിരുന്നു. അയാളോട് മാന്യ പ്രസിഡന്റ് ചില കാര്യങ്ങളുണ്ട് തെറ്റ് പ്രസിഡന്റിനായി തന്നെ.
അയാൾ അവിടേക്ക് ജുമാക്കൂല. അവസാനം പ്രസിഡന്റ് എന്നാണ് പറഞ്ഞു, നിങ്ങൾ മരിച്ചവിടെ കുഴിച്ചിടില്ല. അപ്പം ഇയാളാണ് ചിരിച്ച്, ഇയാൾ പെരുഞ്ചിരി ചിരിച്ചു. എന്നെ ഞങ്ങൾ ചിരിച്ചു ചോദിച്ചു, ഞാൻ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം, ഞാൻ മണക്കും, ഞാൻ പോയില്ലേ, മയ്യത്തല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ ഈ നാട്ടിൽ ജുമാക്ക് വരാത്തതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ കുഴിച്ചിടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ ഞാൻ അടുത്ത ആഴ്ച വരാം, കാരണം എനിക്ക് മണക്കും. ഓരൊക്കെ ആൺകുട്ടികളായിരുന്നു, ഓലൊക്കെ പോയി. ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഞങ്ങൾ വിചാരിച്ച പൈസ തന്നിട്ടില്ലെങ്കിൽ കുഴിച്ചിടില്ല. കുഴിച്ചിടണ്ട, നിങ്ങൾ മണത്തോളി കേട്ട. നിങ്ങൾ കുഴിച്ചിട്ടില്ലെങ്കിൽ മുങ്കറിനക്കീറിനെ തല്ലി കബറിൽ കൊള്ളണ്ട. ഇവിടെ വലിയ വിശാലമായ മൈതാനി കൊള്ളാം. പെരിയിലെ ബെഞ്ചിലിട്ടിട്ടാണ് മുങ്കറിനക്കീർ തച്ച്, എന്നാലും കുറച്ച് സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കാം. ഇതൊന്നും പേടിക്കണ്ട. ഞങ്ങളിവിടെ ഈ ബക്കറ്റ് ഉയർത്തി കാണിക്കുമ്പോൾ ഓരോ 232 ക്ലാസ്സിലും 33 എന്തെങ്കിലും പറഞ്ഞ് അവനവൻ്റെ കഴിവിനപ്പുറം ചെയ്യരുത്. നിങ്ങളെ കഴിവിന് ചെയ്താൽ മതി. ഇതൊരാളല്ലെങ്കിൽ ഒരാൾ നടത്തും. അള്ള വിചാരിച്ചെന്ന് പൂട്ടുകയും ചെയ്യും. പൂട്ടിയാൽ എന്ത്? തുറന്നാലും. ദാറുഖുറാൻ പൂട്ടിയാൽ എന്താ? ഞാൻ ചിരിക്കും. എനിക്ക് ദാറുഖുറാൻ പൂട്ടി അൽഹംദുലില്ലാ, തുറന്നു അൽഹംദുലില്ലാ. പൂട്ടിയതും ഞാനല്ല, തുറന്നതൊന്നും ഞാനല്ല, മുഖദ്ദിറോന. ഞാൻ വിചാരിച്ചാൽ നടക്കൂല, ഞാൻ വിചാരിച്ചാൽ പൂട്ടൂ. പറയും മനുഷ്യന്മാർ, ഞാൻ വിചാരിച്ചാൽ നടക്കൂല. പിന്നെ ഞങ്ങളോട് പറയും, ഞാനും ചെയ്തോളി. നിങ്ങൾ കവിതേണ്ടത് ചെയ്താൽ മതി, ഇവിടെ നിർബന്ധമല്ല. ഏതെങ്കിലും 10 നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും എന്നൊരു ചെല്ലുണ്ട്. പണ്ട് 10 നെല്ലുണ്ടാക്കേണ്ട ഉത്തരവാദിത്തേ മക്കുള്ളൂ. എലി വയനാട്ടിൽ വന്നോളൂ. അതിനെ വിളിക്കണ. നമ്മളെ പണി ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളെ പണി മേശറയ്ക്ക് വേണ്ടി പണിയെടുക്കുക. അള്ളാന്റെ കരാറ് കഴിഞ്ഞു, പിന്നെ അള്ളാഹ് കരാറില്ല. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം എന്ന കരാർ എവിടെ തീരും? മനുഷ്യ ഇന്ന് എത്രാം തീയതി? 22 2024 മാർച്ച് 22 2:30 മണി 3:30 മണി നേരത്ത് പിന്നെ അങ്ങോട്ട് വന്നില്ല. കഴിഞ്ഞ് പോയി. അള്ളാന്റെ കരാറും തീർന്നു. ഇനി കരാറില്ല. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവിടെ നിർത്തിരും. ഡെപ്പോസിറ്റ് വേണം എനിക്ക്. മറ്റൊന്നായ കരാറില്ല. മനസ്സിലായില്ലേ? തിരിഞ്ഞിട്ടുണ്ടോ? ഇനി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ കഴിയും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഒന്നും കൂടെ ഉറക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വൽ അസ്രി, കാലം തന്നെയാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ്. എന്തുകൊണ്ട് നഷ്ടത്തിലാണ്? അടുത്ത കൊല്ലം പാടത്തെറിയേണ്ട വിത്ത് ഈ കൊല്ലം പൊരയിൽ തിന്നണ്ടി വന്നാൽ നഷ്ടാണ്. പൊരയിൽ ഈ കൊല്ലം തിന്നാൻ മാത്രമുള്ള നെല്ല് അല്ലാഹു തആല തന്നതാണ്. അതോ അത് ആവശ്യമില്ലാതെ വിത്തിട്ട് ബാപ്പ ചീട്ടളിക്കാൻ പോയി. പിന്നെന്തായി? അടുത്ത കൊല്ലത്തെ വിത്തും എടുത്ത് തിന്നണ്ടി വന്നു. അടുത്ത കൊല്ലോ പാടങ്ങനെ നടക്കും, വിത്തില്ല, കിട്ടാനുമില്ല. അതിന് അല്ലാഹു ഉത്തരവാദിയല്ല. എന്റെ ഒരു കൊല്ലം ചോറ് വെക്കാനുള്ള നെല്ല് തന്നിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. 35,000 40,000 ശമ്പളം ഉണ്ട്, ഒരു മാസം മര്യാദ കഴിയാനുണ്ട്. പക്ഷെ എന്തായി? അത് കുതിര വിട്ടെടുക്കും, അത് ഓഫീസിലുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കും, കള്ളുടിക്കാൻ കൊടുക്കും, ഓഫീസിലുള്ള പെണ്ണുങ്ങളെപ്പം ടൂർ നടക്കും. അപ്പോഴോ ശമ്പളം വാങ്ങി 30-30 തീയതി 2 തീയതി ആകുമ്പോഴത്തിന് പൈസ ഓളെപ്പൊന്ന് ചുറ്റി വന്ന് കഴിഞ്ഞ് ഇനിയോ നീ കണ്ടവരോടൊക്കെ ഇറക്കണം, എന്നുള്ള ഉത്തരവാദിയല്ല. ഇതന്നെയല്ലേ നമ്മളൊക്കെ ജീവിതം. ഇന്നലെ അവിടെയാ നഷ്ടം, അവിടേക്ക് ഉണ്ടാക്കാൻ. ഇവിടുത്തെ നഷ്ടമില്ലല്ലോ, ഇവിടെ അല്ല ഏറ്റല്ലേ, അവൻ ആരുമാണ്? മുതലാളിയല്ലേ. പിന്നെ ഇവിടുത്തെ നഷ്ടം ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, അവിടെ നഷ്ടമാണ്. അവിടെ നഷ്ടം പരിഹരിക്കാനുള്ള വിഷയ ഇല്ലല്ലദീന. പറ എന്തിനു വന്ന് ഉത്തരുന്നത്? ചായയും ഒന്നൊന്നില്ല, മനസ്സിലായില്ല? ഒന്നൊന്നും മുതലാവില്ല. ഇവിടെ എല്ലാ പേരിനോട് കൂടെ റഫീഖ് എല്ലാവർക്കും ചായ കൊടുക്കും. ചായ ഇന്ന് പൊരിച്ച പത്തിരി, ഇന്ന് പൊരിച്ച പത്തിരി ഇല്ല, ചായ ഇല്ല, ഒന്നുമില്ല. വന്നത് നഷ്ടത്തിലാണ്. അപ്പൊ എന്തിനു വന്ന്? ഇന്നൽ ഇൻസാന, മനുഷ്യ നഷ്ടത്തിലാണ്. ആ നഷ്ടം അതെവിടെ നഷ്ടം? ഇവിടുന്ന് നഷ്ടം. ഇവിടുത്തെ നഷ്ടം ഇവിടെ തീരും ചെയ്യും. കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൂത്താപ്പാൻ്റെ മകൻ കുവൈത്തിലുണ്ട്. ഓൻ മയ്യത്തെടുത്തപ്പോൾ എത്തി. ഓൻ പറഞ്ഞ എന്ത് തരാനുള്ള മുഴുവൻ ഞാൻ തരും, ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെക്ക് തരാം, പൈസ ലാട്ട് കണക്കിനോട് കിടക്കണമെന്ന് എല്ലാവരും. പിന്നെ ഓൻ എന്താ നഷ്ടം? നഷ്ടം എവിടെ? അല്ല എവിടെ നഷ്ടം? ഏതോ കുടുംബത്തിൽ ഒരുത്തം കുവൈത്തിലുണ്ടായാലും പോലെ ഇവിടുത്തെ നഷ്ടം പരിഹരിക്കാൻ. അപ്പോൾ അത് നഷ്ടമാണ്. ഒന്ന് പറയും മനുഷ്യന്മാരെ. അല്ലെങ്കിൽ KMCC വരെ ദുബായിൽ കുറേ കാലം KMCCക്ക് ചായയും കൊണ്ട് നടന്നവനാണ്. അപ്പോൾ KMCC വന്നിട്ട് എന്ത് പറഞ്ഞ്? ദുബായ് KMCCയുടെ നേതാക്കന്മാർ വന്നു ഉപരി കുറച്ച് കടമൊക്കെ ഉണ്ട്, ഒരു പ്രവാസിയായി കുറച്ച് കഷ്ടപ്പെട്ടതാണ്. പക്ഷേ അത് KMCC ഇന്നലെ കൂടിയ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അടിയന്തര യോഗം കൂടി കടം ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ നഷ്ടം? പിന്നെ നടുപ്പുറത്ത് മത്സരം ആരെയും തല്ലോ, കൺമൂടിക്കണല്ലോ, പിന്നെ ഇവിടെ നഷ്ടം? അല്ല നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെയല്ലേ നഷ്ടം? നഷ്ടണ്ട. മരിച്ചതിൻ്റെ നേരെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലീഗ് കമ്മിറ്റി അടിയന്തര യോഗം കൂടി. നമ്മളെ കുഞ്ഞമ്മദ് മരിച്ചിട്ടുണ്ട്, ഓനെ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കണം, മയ്യത്തെടുക്കണം, ഓനെ കട നമ്മൾ വീട്ടിൽ കൊടുക്കണം. ഓന് 10-16 ലക്ഷം 24 ലക്ഷം കഷ്ടണോ? നമ്മളെ ലീഗിൻ്റെ കൊടിയും പിടിച്ച് നടന്നാണ് 10-25 കൊല്ലം. എൻ്റെ കട നമ്മൾ വീട്ടിൽ കൊടുക്കും. ആയിക്കോട്ടെ, ഇപ്പം തന്നെ എടുത്ത് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച്, മനസ്സിലായില്ലേ? ഒരു ഫിരോസ് കുന്നംപറമ്പിനെ പോലത്തെ ഏതോ ആ മൈലിലുണ്ട്, ഓനോ അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് ആകെ വിളിച്ച് എല്ലായിടത്തും വിളിച്ച്. ഇതാ വാട്സപ്പിൽ അവസാനം മെസ്സേജ് അയച്ചു, രാത്രി 12 മണി കഴിഞ്ഞു, ആ ഫണ്ട് നിർത്തിവെച്ചിരിക്കുന്നു, ഇനി ആരും അയക്കരുത്. ഓഹോ, പിറ്റേന്ന് രാവിലെ 9 മണിക്ക് മയ്യത്തെടുത്തപ്പോൾ മോലിയർക്കാക്ക പറഞ്ഞു, എന്ത് ഇതാ കുഞ്ഞമ്മദിനെ കടത്തോടുകൂടി മരിക്കാച്ചിരുന്ന നമ്മൾ വിചാരിച്ചിന്. പക്ഷേ KMCC മഹലിലെ വാർഡിലെ ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തു, ഇതാ കൊടുത്തു വിട്ടി. എന്താ നഷ്ടം? അത് കണ്ടപ്പോൾ കോൺഗ്രസ്സുകാരും അടുത്ത കമ്മിറ്റി ഉണ്ടാക്കി. ഓല കൂട്ടത്തിൽ ഒരു വേലായുധ മരിച്ച്, അല്ലെങ്കിൽ ഒരു കുഞ്ഞമ്മദ് മരിച്ച്, അത് കോൺഗ്രസ് ഏറ്റു. അല്ലെങ്കിൽ മോശമാണല്ലോ, നിങ്ങൾ ഓൽക്ക് വോട്ട് പറയാലോ. അവിടെ ഞങ്ങൾ നോക്കി കൊടുക്കണം, ഞങ്ങൾ കൊടുക്കന്നെ. ഇവർക്കൊക്കെ എന്താ നഷ്ടം? നിങ്ങൾ എവിടുന്ന് വരുന്നത്? അല്ലെങ്കിൽ എന്തായി? അല്ലെങ്കിൽ ചില നാടുകളുണ്ട് ഭരണാധികാരി ഏറ്റെടുക്കും, ഇഷ്ടംപോലെ. അങ്ങനത്തെ നാടുകൾ എത്രയുണ്ട്? മഹലിൽ ഒക്കെ ഏറ്റെടുക്കുന്ന എത്രയോ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ പിന്നെ നഷ്ടം. അപ്പോൾ ഇവിടുത്തെ നഷ്ടം പരിഹരിക്കാൻ കഴിയും. അവിടെ ചെന്നപ്പോൾ പരിഹരിക്കാൻ കഴിയൂല. ഇവിടെ ഈ കടം വീട്ടിൽ കൊടുത്തു, 24 ലക്ഷം കുഞ്ഞാമീന് പറഞ്ഞു. അപ്പോൾ നാട്ടിലെ മുതലാളി പറഞ്ഞു, 24 ലക്ഷം ഞാൻ കൊടുക്കും. ലീഗ് കമ്മിറ്റിക്ക് 24 ലക്ഷത്തിന് ചെക്കട എഴുതി കൊടുത്തു. അങ്ങനെ ഫക്കീറായ കുഞ്ഞാമീനെ വേറൊരു മമ്മദ്, അല്ലെങ്കിൽ മമ്മദിന്റെ മകൻ ഫിറോസ് വലിയ എത്ര വലിപ്പുള്ള നീട്ട വലിപ്പുള്ള കാനറ ബാങ്കിന്റെ ചെക്ക് കൊണ്ടുവന്ന് 24 lakhs എഴുതിയപ്പെട്ട് കൊടുത്ത് ചെന്നപ്പോൾ ഫിറോസിന് ഒന്നുമില്ല. കുഞ്ഞേമത് അവിടെ ഇങ്ങനെ 12 കളിക്കുക. അപ്പൊ ഫിറോസ് വന്ന് പറഞ്ഞ്, ഇജ് മരിച്ചപ്പോ കടം വീട്ടിയത് ഞാനാ, എൻ്റെ കയ്യിൽ ഏതായാലും കുറെ ഉണ്ടല്ലോ, ഇച്ചിരാവും പകലും എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലിയോനാണ്, നിസ്കരിച്ചതാണ്. തെറാബീൻ്റെ 20 കഴിഞ്ഞിട്ട് പൂതി ചെയ്യാതെ പിന്നെ പണ്ടത്തെ നിസ്കരിക്കാത്ത തെറാബിയും കൂടെ ഈ റമദാനിൽ വീട്ടിയോനാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്
എൻ്റെ അമലിൽ നിന്ന് ഒരു ദിവസത്തെ അമലെങ്കിലും ഒന്ന് എൻ്റെ തീക്കൊണ്ട് എഴുതി തന്നാൽ അതെങ്കിലും ഈ ബ്ലാങ്കും കൊണ്ടാണ് ഞാൻ ഇവിടെ ബ്ലാങ്കാ. അപ്പൊ എനിക്ക് അള്ളാഹുവിന്റെ കോടതി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് തന്നാ അതെങ്കിലും വെക്കാലോ എന്ന് പറഞ്ഞാൽ ദായത്ത് ഫിറോസിനോട് കുഞ്ഞാമത് പറയും, അതൊക്കെ അവിടുത്തെ കാര്യം. എൻ്റെ കടം വീട്ടിയിട്ട് പടച്ചോൻ തരികയാണെങ്കിൽ ഇജ് വാങ്ങിക്കോ, എൻ്റെ റിക്കാർഡ് തരാൻ പറ്റും. പടച്ചോൻ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും കടം വീട്ടിയാൽ ഞാൻ തരാം, ഞാൻ ഏറ്റിട്ടില്ലല്ലോ, തോന്നല്ലേ ഏറ്റ് അവിടെ നോക്കിക്കോളൂ. യൗമ യഫിറു, പിന്നെ കുഞ്ഞാമീനെ ഫിറോസ് കാണാനല്ല, യൗമ യഫിറു കുഞ്ഞാമത് പറയും, ഫിറോസ് മേമ്പോട്ട് നോക്കി, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. പെണ്ണുങ്ങൾ വരെ പറയും. പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച രാത്രി നമ്മളോട് എന്തേ പറഞ്ഞത്? മരിക്കണവരെ ഞങ്ങളെപ്പുണ്ട് വെച്ച പിന്നെ ഉണ്ടാവില്ല, പിന്നെ വണ്ടി കിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച് ഓള് നല്ല പെണ്ണാണ്, മരിക്കണവരെ നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമ്മളെ കയ്യിലൊരു വിരലുണ്ടായാൽ മതി. വിരലുണ്ടോ നമ്മൾ ജീവിക്കും. ഒരു ഇന്ത്യക്കാരന് വേണ്ടത് ചൂണ്ടാണി വിരൽ നാശമായി പോകരുത്. അതിടക്കിടക്ക് ഇങ്ങനെ വരുമ്പോൾ ഭരണാധികാരിൻ്റെ മുന്നിലേക്ക് നീട്ടണം. ഏപ്രിൽ 24, 26 നമ്മൾ നീട്ടാൻ കാത്തിക്കണം. ഇതുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും. ഈ വിരൽ മുറിച്ചു പോകാതിരിക്കട്ടെ. ആമീൻ പറയുമ്പോൾ ഞങ്ങന്മാരെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ ഒരു പ്രയാസമില്ല. ഈ വിരലുണ്ടാകും. വിരലുണ്ടായാൽ നമ്മൾ UDF പറയും മര്യാദക്കിന്റെ കാര്യം നടത്തുന്നോളി, ഇല്ലെങ്കിൽ ഞാൻ ഒട്ടിയാൻ ചെയ്യൂല. അപ്പോൾ വിട്ടണ്ടിയരും ഒക്കെ ഞങ്ങളേറ്റും. എല്ലാ തിന്നലും കൊടുക്കലും, തിന്നാൻ കുടിക്കലും, പെര കൊടുക്കലും, കുടി കൊടുക്കലും, ബെയിലി കെട്ടി കുടിക്കലും എല്ലാം പരലോകത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. പലപ്പോഴും ആരോ ഒരാൾ ദുനിയാവ് കിട്ടുമെന്ന്, ആഖിറത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നല്ല. ഏത് കൊടുക്കലിൻ്റെയും മുഖ്യമായ ലക്ഷ്യം ദുനിയാവിലെ ഭരണതന്ത്രം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് മാത്രമാണ്. പരലോകത്ത് കിട്ടൽ ആരെങ്കിലും ഉദ്ദേശിച്ചുണ്ടാകാം. അപ്പൊ എന്താണ്? അതൊന്നും പ്രശ്നമല്ല. ദുനിയാവിൽ ആഖിറത്തിൽ നടക്കൂല. അപ്പൊ നമ്മൾക്ക് അല്ലാഹു 2 കൈ എന്ന എന്തിനാ ആഖിറത്തിലേക്ക് തുറക്കാൻ? ഇവിടെയോ അതേറ്റതാണ്. മനസ്സിലായില്ലേ? ഇയാൾ നല്ല മനുഷ്യനാണെങ്കിൽ, ഇയാൾ നല്ല മനുഷ്യനാ, മകൻ ഗൾഫിലാണ്, ഇയാൾ നല്ല മനുഷ്യനാണ് എങ്കിൽ ഇയാൾക്ക് എന്ത് പറയേണ്ടി വരുള്ളൂ? പറയാം, ഇയാൾ നല്ല മനുഷ്യനാ. ബാപ്പയുടെ മകൻ ഗൾഫില് 2 ഭാര്യമാരുണ്ട്. പോയപ്പോഴും മൂളിയിട്ടുണ്ട്, അവിടെ ഇറങ്ങിയപ്പോഴും തുറന്നു പറഞ്ഞു, ബാപ്പേ നിങ്ങൾ ഇനി ഉമ്മാൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും മക്കളെയും കാര്യം ബേജാറാണ്, അത് ഞാൻ ചെയ്തു തരും. പിന്നെ ഇയാൾ എന്തിനു തുറക്കേണ്ടുള്ളൂ? അപ്പൊ തന്നെ ഇയാളെ മനസ്സിലുണ്ട് എന്ത്? ഒന്നല്ലോനാ, ഓനോട് മറ്റത് കെഞ്ചി അവിടെയും കൊടുക്കും, ഓനുണ്ട്. പിന്നെ ഇടക്കിടക്ക് ഇയാൾ പറയും എന്ത്, എടാ അവിടെയും കുട്ടികളുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിനെ പോലെ ഇളയമ്മയാണ്, അവിടെയും എൻ്റെ അഞ്ചന്മാരാണ്, ഇശ എന്തിനു കൊടുക്കണം കേട്ടോ. അപ്പം മാന്യനാണ്, ഓൻ അവിടെ കൊടുക്കും. അപ്പൊ ഈ കൈ ബാപ്പാക്ക് ഈ ഭാര്യയെയും കുട്ടികളെയും പോറ്റാൻ ഇവനോട് കെഞ്ചേണ്ട ആവശ്യം പറ മനുഷ്യ ഇല്ല. പിന്നെ എന്തിനാ കൈ, എന്തിനാ യാചിക്കണ്? അതുകൊണ്ട് ഏറ്റിട്ടില്ല. നമുക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് ദുന്യാവാണ്, ഒന്ന് ആഖിറാണ്. ഈ ഭാര്യനെ അള്ളാഹ് അയച്ചതാണ്, മറ്റേ നമ്മൾ അറിയാതെ പോയി കിട്ടിയതാണ്, അള്ളാഹ് അയച്ചല്ല. അപ്പൊ എന്ത് വേണം? യാചിക്കണം, മറ്റേ യാചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലായാലോ കുട്ടികളെ? ഹലാസ്. അപ്പൊ കയ്യൻ ദ്വാ എന്തിനാ? ഇവിടേക്ക് ദ്വാർക്കേണ്ടി വന്നാൽ നഷ്ടല്ലേ? നമ്മളെയും ദ്വാർന്നു, കടം വീടാനും വീട്ടിക്കാനും പാസ്പോർട്ട് കിട്ടാനും ദ്വാർന്നപ്പോഴത്തിന് തളർന്നു പോയി. പിന്നെ ഏക്കപ്പത്ത് നന്നാകാൻ പറയണമെന്നും കഴിഞ്ഞില്ല. ആകെ മോലിയത് 2 കുത്തുമ്പൻ്റെ അടിയിൽ, അതാണ് വലിയൊരു നേരം. ഒരു മിനിറ്റായിരിക്കാം, ചില മൂല്യമാരെ 1/2 മിനിറ്റ്. ഞാൻ 5 സ്വലാത്തും നേരത്തെ ചെല്ലിവെക്കും. കാരണം മനസ്സിലായില്ല. ഞാൻ മൂല്യരെ ഇന്നലെ 1-ാമത്തെ പിന്നെ അവസാനത്തെ മനസ്സിലായില്ല. ഒരു ആയത്തുണ്ടല്ലോ ഓതിന്, മനസ്സിലായില്ലേ? ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് തീരാൻ നേരത്ത് ഇരിക്കാൻ ഒരുങ്ങാന്ന് കണ്ടാൽ മുപ്പര് ഇരിക്കണതിന് മുമ്പ് തന്നെ ഞാൻ 5 സ്വലാത്തും ചൊല്ലിവെക്കും. എന്തിന്? ആകെ 1/2 മിനിറ്റ് അവിടെ ഇരിക്കുള്ളൂ. അപ്പോഴത്തിന് നമുക്ക് കാര്യം പറയണം. അത് ഏറ്റവും പ്രധാനമുള്ള നേരല്ലേ? ആ
ആ നേരത്താണ് നമ്മൾ അത്രയും ഒരു കുറഞ്ഞ നേരം ഇരിക്കുള്ളൂ. ചില മൂല്യന്മാരോടൊന്ന് ചന്തി എത്തിയാൽ തന്നെ എണീക്കും, ദ്വാരക്കാനൊന്നും കിട്ടൂല. അപ്പൊ നമുക്ക് ഈ പെണ്ണുങ്ങളെ കാര്യം ഇവിടെ കൂടിയൊക്കെ മുഹമ്മദിനെ തല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട് പഠിച്ചോനെ എന്ന് പറഞ്ഞപ്പോഴത്തേന് നേരം കഴിഞ്ഞ് നീ ആക്കബത്ത് നന്നാകലും മേശറിയിലെ പെണ്ണുങ്ങളും അതൊന്നും പിന്നെ പറയാൻ കഴിഞ്ഞില്ല. അതിന് ഇവിടെ നല്ല നിനക്ക് നടന്നുകൊണ്ടുണ്ടെങ്കിൽ ആ നേരം നിനക്ക് ഉപയോഗപ്പെടുത്താം. എന്ത് അന്നെ ഇമ്രാൻ ചെയ്തപ്പോക്കിന് മക്കത്താണ് ചെന്നിട്ട് കൈബാനെ പിടിച്ചാണ് കരിഞ്ഞ് പഠിച്ചോനെ മനുഷ്യന്റെ അടിയിൽ നിന്നാണ് എന്നെ മാനം കെടുത്തിയ പൈസ കൊടുക്കാനുള്ളതിന്. റബ്ബേ പഠിച്ചോനെ രക്ഷിതാവേ, 24 വയസ്സായി മകളെ ജോലിയും കെട്ടിച്ചിട്ടില്ല റബ്ബേ. മനസ്സിലായില്ലേ? ചിന്തിക്കണം ഇതിന്. അപ്പൊ മക്കത്തിൽ നിന്ന ഒരു 16-15 ദിവസം നിന്ന്, അല്ലെങ്കിൽ 10 ദിവസം നിന്നു. 15-ൽ 10 മക്കത്തിൽ നിന്ന ദിവസം മുഴുവനും പെണ്ണുങ്ങളെ കാര്യം, കുട്ടികളെ കാര്യം. അപ്പോഴത്തിന് മകള് വിളിച്ചു പറഞ്ഞു, എൻ്റെ പാപ്പാ നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് പറയണേ, എൻ്റെ മാപ്പിളക്ക് ഗൾഫ് പോയിട്ട് വിചാരിച്ചാൽ ജോലി കിട്ടിയിട്ടില്ല. ജോലിയൊക്കെ ഉണ്ട്. അറബി ഒരു കൊരങ്ങനാ. അപ്പോ കൊരങ്ങനായ അറബിനെ ഉണ്ടാക്കണം. എന്തൊക്കെ പറഞ്ഞ അപ്പൊ ഇതിനെത്തായി മക്കത്തെ 10 ദിവസം കഴിഞ്ഞ് ആക്ബത്ത് മരിച്ചുപോയി കബറില്. അന്നും എന്റെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്റെ ദിവസം കഴിഞ്ഞു. എന്റെ കബറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനു പറയാന്നു മൃതകുട്ടി കൂടി ബാപ്പാനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയണ വാപ്പയാണെങ്കിൽ പറയില്ല. വാപ്പാന്റെ കാര്യം തന്നെ ദുനിയാവ് പറയില്ല, ആഖിറേ പറയുള്ളൂ. പിന്നെന്താ വാപ്പനോട് പറഞ്ഞു? വാപ്പ ഉംറക്കുവാന്ന് പറഞ്ഞപ്പോൾ ഒരു മകൾ പറഞ്ഞു, അപ്പാ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മകളെ കെട്ടിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പം അമ്മ പറഞ്ഞു, അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കെട്ടിക്കാൻ തന്നെ അത് പറഞ്ഞിട്ടില്ല. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ പറഞ്ഞോട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അതിനെ നേരത്തെ അള്ളാഹ് കെട്ടിച്ചോളൂ. എങ്ങനെ വിചാരണ്ട. അതിന് ഈ വാപ്പ മക്കത്ത് പോയാൽ തന്നെ ഈ മക്കളൊക്കെ കെട്ടിക്കും. കാരണം അള്ളാഹ്ക്ക് അത്രയും ആളോട് ഇഷ്ടം. എന്തേ അങ്ങനത്തെ വാപ്പാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? പറയടോ ഇല്ലേ? ഓരൊരു ബാങ്ക് ബാലൻസ് ഇല്ലാതെ 8-10 പെൺകുട്ടികളെ കെട്ടിച്ചിട്ടില്ലേ? അവരാ കരഞ്ഞ് പറയാതിരുന്നിട്ടില്ലേ? അവരെന്തേ കരഞ്ഞിട്ടുള്ളൂ? അല്ലാ ഇവിടെ നടത്തി തരുന്നുണ്ട്. അല്ലാ എൻ്റെ ആഖിറ നാശാക്കരുത്. അപ്പൊ രണ്ടാമത്തെ പെണ്ണുങ്ങളെ കാര്യത്തിലല്ലാതെ കഴിഞ്ഞിട്ടില്ല. അവർ കരഞ്ഞുണ്ടായില്ല. അവർ കരഞ്ഞൊരു വാക്കാട്ട് നന്നാക്കി തരണം, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. അവര് പിന്നെയാണ് അവർ സ്വർഗം കാത്തിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. നിങ്ങൾ ചിന്തിച്ചോളൂ. ദ്വാരക്കണ്ട ദുന്യാവിന് വേണ്ടി ദ്വാരക്കണ്ട. ആഖിറത്തിന് ദ്വാരക്കാതെ കിട്ടൂല. അതിന് ദുന്യാവിൻ്റെ പ്രശ്നം തീരാത്തത് കൊണ്ട് ആഖിറത്തിന് ഇതുവരെ നമ്മൾ ദ്വാരന്നിട്ടുമില്ല. അവിടെയാണ് പ്രശ്നം. ഒരു അമൽ ചെയ്താലോ ആ അമൽ ചെയ്യുന്നുണ്ടല്ലോ, അമൽ ചെയ്താൽ പോരാ, അമൽ സ്വീകരിക്കണമെങ്കിൽ ദ്വാരക്കണം. അതിനൊന്നും നേരില്ല. അമൽ ചെയ്താൽ പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യം പറയണം. എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ തന്നെ സത്യം. മറ്റേ ദുന്യാവ് അടിമക്കൻ്റെ ദുന്യാവ് ഇത് പ്രശ്നം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാന്റെ അടിമ എങ്ങനെയാവും? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരാളെ പിടിച്ച് സൈന്യാധിപനാക്കി. നാളെ രാവിലെ സൈന്യം പുറപ്പെടും, നിങ്ങളാണ് സൈന്യാധിപൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. സൈന്യാധിപൻ ഷാമിലേക്ക് പോവുകയാണ്, നിങ്ങളാണ് സൈന്യാധിപൻ എന്ന് പറഞ്ഞു. അന്ന് രാത്രി സിദ്ദീഖ് വന്ന് വാതിൽ തട്ടി. പിന്നെ തീരുമാനത്തിൽ മാറ്റേണ്ടത്, നിങ്ങൾ സൈന്യാധിപനല്ല. ഉമറിനെ കണ്ടപ്പോൾ ഉമർ ഞാൻ ചർച്ച ചെയ്തു. അപ്പോൾ ഉമർ പറഞ്ഞു, ഷാമാവുമ്പോൾ അദ്ദേഹമല്ല സൈന്യാധിപനാകാൻ നൽകുന്നത്, മറ്റൊരാളാണ്. ഉമർ പറഞ്ഞ അഭിപ്രായമാണ് ശരി, എനിക്കും തോന്നി. അതുകൊണ്ട് സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. നിങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരനാണ്, സൈന്യത്തിൽ പോകണം. അയാൾ പിറ്റേന്ന് രാവിലെ സൈന്യത്തിനെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് അയക്കുന്ന സൈന്യത്തിനെ ഇങ്ങനെ പരിശോധിക്കാണ്. സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാണ്. ആര്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ സൈന്യാധിപൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. സാധാരണ സൈന്യാധിപനായിട്ട്, സാധാരണ സൈനികനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുനാഫിക്ക് ബാക്കിലൂടെ വന്ന് പറഞ്ഞു, ആര് അബൂബക്കർ? എന്താണ് അബൂബക്കറിനൊക്കെ? എന്താ അയാളെയൊക്കെ വായിൻ്റെ അവസ്ഥ? യഖൂലു ഇന്നക ഖായിദുൽ ജയ്ഷ്. ഇന്നലെ വന്ന് പറയാ, നിങ്ങൾ ആ സൈന്യാധിപൻ ഞങ്ങളൊക്കെ കേൾക്കുക.
ഇന്ന് നിങ്ങൾ സൈന്യാധിപനല്ല. എന്നിട്ട് രാത്രി വന്നിട്ട് നിങ്ങളെ വീട്ടിൽ പറഞ്ഞു ഇത്രേ നിങ്ങൾ സൈന്യാധിപനല്ല. എന്നിട്ട് നിങ്ങൾ ബാക്കിൽ വന്ന് നിൽക്കുക. ഇതൊക്കെ എന്ത് അബൂബക്കർ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രശ്നമില്ല. നിങ്ങൾ സൈന്യാധിപനാണെന്ന് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടില്ല. അപ്പോൾ സൈനികനാണെന്ന് കേട്ടപ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല. എനിക്ക് പണി അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ഞാൻ സൈനികനാണെങ്കിൽ പണിയെടുക്കും, സൈനികനാണ് പണിയെടുക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ പള്ളി പ്രസിഡന്റ് ആയിരുന്നു നമ്മളെ മാറ്റിയാൽ പിന്നെ ആ പള്ളിക്ക് ജുമാക്കന്നെ വരില്ല. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത സേവനം. പിന്നെ അടുത്ത ജനറൽ ബോഡി കൂടി ഇവൻ്റെ ആളുകളും എല്ലാ പാർട്ടിക്കാരും കൂടി കുത്തി മറിച്ചിട്ട് ഇവനെ പ്രസിഡന്റ് ആക്കുമ്പോൾ മൂപ്പര് അൽഹംദുലില്ലാഹ് ഒരു പഴയ മുക്കിന് 40 കൊല്ലമൊക്കെ ജുമാ അവിടെ ബാങ്കുടുത്തൊരു മുക്കിനുണ്ട് ചോദിച്ചു. അല്ല ചേരെ, നിങ്ങളൊക്കെ എവിടെയും ഇന്നങ്ങോട്ട് വരാൻ പറ്റാത്ത കോലത്തിൽ നിങ്ങളൊക്കെ ആക്കിയിട്ടല്ലോ. ഇതാണ് നമ്മൾ ഇസ്ലാമിന് ചെയ്ത മഹത്തായ സേവനം. ഇതൊക്കെ നടന്നത് ഞാൻ കണ്ടതാ. ഇതും നടന്നതാ, ഞാൻ കണ്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നെ തന്നെ കുട്ടികളി ഒന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് നമ്മൾ ദീൻ. അപ്പം നമ്മൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കിട്ടണമെങ്കിൽ ഇറക്കേണ്ടി വരും. ഇനി ഇവിടുത്തെ ദുആ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? ഏത് അമൽ ചെയ്താലും പരലോകത്തിൽ ദുആ ഇറക്കണം. എന്തുകൊണ്ട്? അള്ളാഹു വിചാരിച്ച വിധത്തിൽ ആ അമൽ ചെയ്യാൻ നിനക്ക് കഴിയൂല. ഈ അമലുകൾ പഠിപ്പിച്ച മനുഷ്യൻ അള്ളാഹുവിനോട് ദുആഇച്ചത്, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നാണ് മുത്തനബിന്റെ ദുആ. നിനക്ക് ശുക്ർ ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ല. നിനക്ക് നിന്നെ ഓർക്കേണ്ട വിധത്തിൽ ഞങ്ങൾ ഓർത്തിട്ടില്ല. റബ്ബേ മാപ്പാക്കണം. ഇതാണ് ആരുടെ ദുആ? പുണ്യ മുഹമ്മദ് മുസ്തഫ. പരലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമൽ തീർക്കണം. അതിന് നേരല്ല, എവിടുത്തെ പണിയുള്ളൂ ദുനിയാവ്. അതെന്ത് അങ്ങനെ വന്നു? അള്ളാഹ് തന്നതുകൊണ്ട് കുതിര വിട്ടു. മനസ്സിലായില്ലേ? അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പം നമ്മൾ നേരെയാക്കുക. നമ്മൾ നേരെയാണെങ്കിൽ ഇവിടെ കുടുങ്ങൂല. ഇനി കുടുങ്ങിയത് നേരെയായാലോ പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം ഞാൻ പറഞ്ഞുതരാം. പിന്നെ സമയം കഴിഞ്ഞു. ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, ശരി, 10 കോടി കടമുണ്ട്, ഇനി നന്നാകാൻ തീരുമാനിച്ചു. അപ്പോൾ പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലേക്ക് കടന്നു. ഇതാ പരിഹാരം. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഞ്ഞ് പെയ്താലും എള്ളു വളരും. അപ്പോൾ എന്തായി? മഞ്ഞ് ഇലമ്മലൊക്കെ പെയ്ത്. മനസ്സിലായോ? ചോട്ടിലെള്ളുണ്ട്, ഇലയിലേക്കാണ് മഞ്ഞ് പെയ്തത്. ഇനി എന്ത് ചെയ്യണം എന്നോ? ഒന്നിരിക്കൽ ഇല ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒന്ന് കുലുക്കണം. അപ്പോൾ മാത്രമേ ആ മഞ്ഞിന്റെ വെള്ളം താഴേക്ക് വരൂ. മഞ്ഞിന്റെ വെള്ളം കിട്ടിയാലും എള്ളു വളരും. തടസ്സമല്ല. മഞ്ഞ് പെയ്തതുപോലെ പെയ്താൽ മതി ദുനിയാവിൽ ജീവിക്കാൻ. അതിനെന്താ തടസ്സം? നമ്മളെ ദോഷം അതൊന്നും നീക്കിയാൽ മതി. നേരെ മഞ്ഞ് കിട്ടന്നെ പെയ്യും. മനസ്സിലായില്ലേ? മഞ്ഞുണ്ട്. മഞ്ഞ് വേനൽക്കാലത്ത് നമ്മൾ എന്തുണ്ടാക്കും? എള്ളുണ്ടാക്കും. ഇലമ കൊടുങ്ങും, ഇല നീക്കണം. അല്ലാഹുവിന്റെ റിസ്ക് മഅസിയത്ത് എന്ന ഇലയിൽ കുടുങ്ങും. അപ്പോൾ ആ ഇല നീക്കേണ്ടി വരും. അപ്പോൾ നേരെ മഞ്ഞ് പെയ്യും എള്ളിലേക്ക് തന്നെ. പിന്നെ ബേജാറില്ല. ഉള്ള സമയം മുഴുവൻ എന്തിലാക്കാം? അതെന്താണ്? അപ്പൊ എന്ത് ചെയ്യണം? മഅസിയത്തിന് ചെയ്യൂല എന്ന് പറയാ. ഞാൻ മഅസിയത്ത് ചെയ്യൂല, ചെയ്തതിന് പശ്ചാത്തപിക്കുക. അപ്പൊ ആത്മാർത്ഥമായി പറയാ. എന്ത് പറയടാ നൗഫലെ? എന്ത്? അല്ലാഹുമ്മ ഫിർലി മൂലിയര് പറയുമ്പോൾ പറഞ്ഞ പോരാ, മനസ്സറിഞ്ഞ് പറയാം. ഇതെന്ത്? ഇതെല്ലാം നീക്കിയതാണ്. ഇനി മഞ്ഞ് നേരെ അങ്ങോട്ട് പെയ്യും. എന്റെ ദോഷമാണ് തടസ്സം. എന്റെ റിസ്കിന്റെ തടസ്സം എന്റെ ദോഷമാണ്. ഞാൻ മഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് പെയ്യും. മഞ്ഞ് പെയ്താൽ മതി ദുനിയാവുക്ക്. മഴ പെയ്യണം ആഖിറത്തിലേക്ക്. ഇനി മഴക്കോടി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, മഞ്ഞന്നെ എത്തുന്നില്ല. മനസ്സിലായില്ലേ കുട്ടികളെ? പറഞ്ഞ് മനസ്സിലായില്ലേ? 2 സ്ഥലത്തേക്ക് ദ്വാരക്കാം. ഒരു സ്ഥലത്തേക്ക് ദ്വാരക്കൽ നഷ്ടമാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് അല്ലാഹു തആല ഏറ്റതാണ്.
മകൻ അയക്കാതിരിക്കാൻ മകൻ മാന്യനാണ്. അയക്കാതിരുന്നിട്ടെങ്കിൽ കാരണം ഉണ്ടാവും. മകൻ തന്നെ മാന്യനാണെങ്കിൽ അള്ളാഹ് എത്ര വലിയ മാന്യനായിരിക്കും. ഞാൻ ഏറ്റതാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അയക്കാതിരിക്കും. പറേ പിന്നെന്താ കാരണം? കാരണം നമ്മളതിന് പറ്റൂല, നമുക്ക് പൈസ കൊടുത്താൽ നടക്കൂല. അത് വിചാരശാലിയിലെത്തുക. നീ നന്നായി നടന്നാലും ചെയ്യൂല, നീ നന്നായി കാണിച്ചു കൊടുക്കണം. അപ്പൊ പശ്ചാത്തലം ആത്മാർത്ഥമാകണം. ഒരു പഴം കഴിച്ചിട്ടാണ് 1000 കൊല്ലം ചെല്ലിയത്. എന്തില്ലേ? ഒരു പഴം കഴിച്ചിട്ടാണ് 1000 കൊല്ലം ചെല്ലിയത് നമ്മുടെ പാപ്പ. എന്തില്ലേ? ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അത് ചൊല്ലാൻ അല്ലാഹു ഒരു അവസരം തന്നതാണ്. ഇന്നു മുതൽ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. ഖുർആൻ എല്ലാവരും സഹായിക്കുക. ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ ഭാഗികമായി പൈസ വളരെ കുറച്ചിട്ടുണ്ട്. 10,000 രൂപ ഒരു കൊല്ലത്തിനുള്ളിൽ തീർത്താൽ മതി. പൂർണ്ണമായിട്ടാണെങ്കിൽ 50,000 രൂപ. അതെന്നെ പൂർണ്ണമല്ല, എന്നാൽ പൂർണ്ണമാക്കിയതാണ്. അപ്പോൾ ഭാഗികമായി ഏറ്റെടുത്താൽ ഒരു കുട്ടിയെ 5 ആളെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടം പോലെ ആൾ വേണം. 150 കുട്ടികൾക്കുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന് റിസീവർമാരില്ല, ഇതിനുവേണ്ടി ഗൾഫ് പോകാറില്ല. ഈ അള്ളാഹ് എന്നുള്ള പ്രഭാഷണം തുടങ്ങിയപ്പോൾ നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചു, പണ്ടും സ്നേഹിച്ചു. അതുകൊണ്ട് എല്ലാവരും ദാറുൽ ഖുർആനിലെ കുട്ടികളെ ഏറ്റെടുക്കണം. എല്ലാവരും ഒരു 10,000 രൂപ. ഏത് പെണ്ണിനും ഏറ്റെടുക്കരുത്. 10,000 രൂപ ഒരു അടുത്ത റമളാൻ്റെ ഉള്ളിൽ കൊടുത്തു തീർത്താൽ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും മജ്‌ലിസ് എല്ലാവരോടും അപേക്ഷിക്കുന്നു. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين